അടുത്ത സീസൺ അർസണലില് അർട്ടറ്റ എങ്ങനെയായിരിക്കും ഈ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് സംസാരിക്കാം. അർസണലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 സെന്റർ ബാക്സ് ഗബ്രിയലും സലീബയും രണ്ടും ടോപ്പ് ക്ലാസ് സെന്റർ ബാക്സ് ആണ് ഇവർക്കുള്ളത്. ആ ഒരു ടീമിലോട്ടാണ് കാലിഫോർ വന്നേക്കുന്നത്. ഇത് ശരിക്കും ഒരു കോമ്പറ്റീഷന് ഉപരി ടീമിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം ഈ ഒരു പ്ലെയർ ഡിഫെൻസീവായിട്ടും ഓഫൻസീവായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. ഫൈനൽ തേർഡിലൊക്കെ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള പ്ലെയർ ആണ് ഈ ഒരു പ്ലെയർ എന്ന് പറയുന്നത്. ഈ പ്ലെയറിന്റെ പ്ലേയിങ് സ്റ്റൈലും ഈ ഒരു അർട്ടറ്റയുടെ സിസ്റ്റത്തിന് പറഞ്ഞ ഒരു പൊസിഷൻ ഫുട്ബോൾ ബാക്കിൽ നിന്ന് ടീം ബിൽഡ് ചെയ്യാൻ പറ്റിയ പ്ലെയർ ആണ്. ബോൾ മിസ് ചെയ്യാനുള്ള പാസ് സെറ്റുള്ള പ്ലെയർ ആണ്. അപ്പോൾ അത് ഈ ടീമിനെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ അടുത്ത സീസണിൽ നമുക്ക് ഒരു 3-man സെന്റർ ബാക്ക് ഡിഫൻസ് അർസണലിൽ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റൈലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പെപ്പിന്റെ ടീമിൽ. അവർക്ക് ഇഷ്ടം പോലെ ഡിഫൻസ് അവർ റൊട്ടേറ്റ് ചെയ്യും. പുതിയ പ്ലേയേഴ്സിന് എപ്പോഴും ഡിഫൻസ് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കും. നെയ്ത്തനാക്കി ആണെങ്കിലും അക്കാൻജി ആണെങ്കിലും ഗാർഡിയോൾ ആണെങ്കിലും സ്റ്റോൺസ് ആണെങ്കിലും ഡിഫൻസ് അവർ ബിൽഡ് ചെയ്യും. ഡിഫൻസ് വിൻ ന്യൂ ടൈറ്റിൽസ് എന്നാണ്. അപ്പൊ ആ ഒരു സിസ്റ്റം ചിലപ്പോൾ സ്റ്റോൺസ് ചെയ്തോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് ക്രൗഡ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആയിട്ട് ചിലപ്പോൾ കാലിഫോർണിയ മാറാനും ഈ ഒരു അർസണൽ സൈഡിൽ ചാൻസ് ഉണ്ട്. അതൊക്കെ ഒരു പോസിബിലിറ്റീസ് ആണ്. എങ്ങനെയായിരിക്കും ഈ അർട്ടറ്റ ഈ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യുന്നുള്ള